കളിയിക്കവിളയില് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട ദീപുവിന്റെ ആ സംഭവത്തിന്റെ പ്രതി കളിയിക്കവിള പോലീസിന്റെ പിടിയിലായി. കരമനയിലെ ദീപുവിന്റെ വീടിനടുത്ത് തന്നെ അക്രിക്കച്ചവടം ചെയ്യുന്ന അമ്പിളി എന്ന രാജ്കുമാറാണ് പിടിയിലായത്. സംഭവ സമയത്ത് ആ ഒരാള് മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു. കാരണം കാറ് റോഡിന്റെ സൈഡിൽ ഒതുക്കിയിട്ട് ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യമാണ് CCTVയിൽ തമിഴ്നാട് പോലീസിന് ലഭിച്ചത്. തമിഴ്നാട് പോലീസ് അവിടുത്തെ റൂറൽ SP അവര് വളരെ നല്ല രീതിയിലുള്ളൊരു അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോയത്. പൊള്ളാച്ചിയിലെ ആക്രി കച്ചവടം ചെയ്യുന്ന ആളുമായി പോകാൻ ദീപു തയ്യാറായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് തോന്നുന്നത്. കാരണം നെയ്യാറ്റിൻകരയ്ക്കും കളിയിക്കവിളയ്ക്കും ഇടയിൽ വെച്ചാണ് അമ്പിളി കാറിൽ കയറിയത്. അയാള് അമ്പിളിയെപ്പറ്റി നാട്ടുകാരറിയുന്നത് പ്രൊഫഷണൽ ഗുണ്ടാ സംഘത്തിന്റെ നേതാവാണ്, ആക്രി കച്ചവടക്കാരനാണ്, വലിയ രീതിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 കൊലക്കേസിലെ പ്രതിയാണ്. 50ഓളം കേസുകൾ തന്നെ അയാളുടെ പേരിലുണ്ട്. അയാൾ ഒരു പക്ക ക്രിമിനലാണ്. അയാളുമായിട്ടൊരു സഹവാസം ദീപു നടത്തിയതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത്. വെൽ പ്ലാൻഡ് ആയ ഒരു മർഡർ തന്നെ ഇത്. കാരണം ആ കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ക്രോസ് ബെൽറ്റ് ഇട്ട് ഇരിക്കുന്ന ആരോഗ്യവനായ 45-46 വയസ്സുള്ള 5-6 പേരെ ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ മനക്കരുത്തും അതോടൊപ്പം ആരോഗ്യമുള്ള ആളാണ്. അതാണ് ദീപു. പക്ഷെ ദീപു സീറ്റ് ബെൽറ്റ് ഇട്ട് മുറുക്കി കാറിൽ ഇരിക്കുന്ന സമയത്ത് കഴുത്ത് മുറിച്ചാൽ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഇയാള് അങ്ങനെ ചെയ്യുമെന്നൊരിക്കലും കരുതിയിട്ടും ഉണ്ടാവില്ല. പൊള്ളാച്ചിയിലേക്ക് ഇയാളെ കൂടെ കൂട്ടി പോകാനായിരിക്കാം നേരത്തെ പ്ലാൻ ചെയ്തത്. കാരണം 1-2 കൊലക്കേസ് പ്രതിയാണ്, 19 കേസിലെ പ്രതിയാണ്. തന്നെയുമല്ല, ഇതുപോലെ ഒരാൾ, ധൈര്യമുള്ള ഒരാൾ കൂടെ ഇരുന്നാൽ മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവില്ല എന്നാവും ചിലപ്പോൾ ദീപ് കരുതിയത്. അതുകൊണ്ടാണ് വഴിക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരാൾ കയറാനുണ്ടെന്ന് ഭാര്യയുടെ അടുത്ത് പറഞ്ഞത്. അവിടെ പൊള്ളാച്ചിയിലെ ആക്രി കച്ചവടത്തിന് പല പ്രാവശ്യം ഇതിനു മുമ്പ് പോയിട്ടുള്ള വ്യക്തിയായിരിക്കണം ദീപു. വീട്ടിലെ ഒരു ലെയ്ത്തുണ്ട്. ആ വീട്ടിലെ 14 വർഷം മുമ്പാണ് ആ മലയും കീഴ് വീട് വെച്ച് താമസിക്കുന്നത്. തൻ്റെ കരമനയുള്ള വീട്ടിലെ അമ്മയുണ്ട്. ചേട്ടൻ കുടുംബസമേത അമ്മയോടൊപ്പം താമസിക്കുന്നു. സാമ്പത്തികമായി നല്ല ഉയർച്ച ഈ അടുത്ത കാലത്ത് ദീപുവിനുണ്ടായി. അത് പല പഴയ വണ്ടികളും അത് റിപ്പയർ ചെയ്ത് നന്നാക്കി വിൽക്കും. അതുപോലെ തന്നെ JCBയുടെ ഓടാത്ത JCB ഒക്കെ പിടിച്ചെടുത്ത് അതിൻ്റെ പാർട്സുകൾ നല്ല വിലയ്ക്ക് വിൽക്കും. കൈമനത്തെ ദീപുവിൻ്റെ കുടുംബ വീട്ടിലെ അമ്മ ലളിതയും ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കുടുംബങ്ങളുമാണ് താമസിക്കുന്നത്. ഇയാളെ വീട്ടിൽ നിന്ന് മാറി മലയൻകീഴിൽ സ്വന്തമായി വീട് വെച്ച് താമസിക്കുകയാണ്. കൊലയാളിയെ അമ്പിളിയെ നേരത്തെ മുതൽ പരിചയം ഉണ്ടാവണം. കാരണം അയാളെ യഥേഷ്ടം ഒരു പേടിയില്ലാതെ തൻ്റെ കാറിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ തീരുമാനം എടുത്തിട്ടുണ്ടാവണം. അയാൾ ഒപ്പം പൊള്ളാച്ചിയിൽ പോകുമ്പോൾ പണം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഫോണിൽ കൂടെ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. 10 ലക്ഷമോ 20 ലക്ഷമോ എത്രയായാലും ശരി 10 ലക്ഷം രൂപ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഭാര്യ പറഞ്ഞിട്ടുള്ളത്. തക്കലയിൽ നിന്ന് ഒരാൾ മാർത്താണ്ഡത്ത് വന്ന് കയറും. അങ്ങനെ അവര് 2 പേരും അങ്ങനെ 3 പേരാണ് പൊള്ളാച്ചിയിലേക്ക് പോകുന്നത്. പക്ഷെ തക്കലയിലെ ആള് മാർത്താണ്ഡത്ത് വരുന്നതിന് മുമ്പ് ഇവിടെ കൊലപാതകം നടന്നിരിക്കുന്നു. അയാളെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ കൊലപാതകം നടന്നു. ഈ കൊലപാതകത്തിന്റെ ഒരു പ്രത്യേകത, ആ കൊലപാതകം നടക്കുമ്പം ആക്സിലേറ്ററിൽ ദീപുവിന്റെ കാലുണ്ടായിരുന്നു. വണ്ടി ഓഫ് ചെയ്തില്ല. ആക്സിലേറ്ററിൽ കാലുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിന്നു. ആ
കാറ് ഏകദേശം 1/2 കിലോമീറ്റർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ പിന്നാടി മാറിയാണ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. ആരാണ് കാറിന്റെ ബോണറ്റ് പൊക്കി വെച്ചത്? ഒറ്റയ്ക്കൊരു കൃത്യം ഇയാൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു സഹായി കൂടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാറിന്റെ ബോണറ്റ് പൊക്കി വെക്കുന്നത് കഴുത്തറക്കുന്നത് കാണാതിരിക്കാൻ തന്നെയാണ്. കഴുത്തറുത്തോണ്ടിരിക്കുന്ന ആൾക്ക് കാറിന്റെ ബോണറ്റ് പൊക്കാൻ കഴിയില്ല. അതേസമയത്ത് അയാൾ ഇറങ്ങി പോകുമ്പോൾ വേണമെങ്കിൽ കാറിന്റെ ബോണറ്റ് പൊക്കി വെച്ചിട്ട് പോകാം, ആരും കാണാതിരിക്കാൻ. അപ്പൊ കാറുമായിട്ട് ബന്ധപ്പെട്ട ആള് തന്നെ, ആക്രിക്കാരൻ തന്നെ ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് നമുക്ക് ആദ്യമേ തന്നെ അറിയാം. ഏതായാലും അവിടുത്തെ SP DYSP ആണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. അവർ രണ്ടുപേരും കൃത്യമായ ട്രാക്കിലേക്ക് വന്നു. കന്യാകുമാരി SP സുന്ദരവദനവും അതുപോലെ അവിടുത്തെ തക്കല DYSP അത് ഉദയസൂര്യൻ. ഇയാളുടെ മൊബൈൽ ഫോണ് കൊലയാളി കൊണ്ടുപോയിരിക്കുന്നു. കഴുത്തറക്കാൻ ഉപയോഗിച്ച ബ്ലേഡ്, നമുക്കറിയാം കുട്ടികളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബ്ലേഡ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് കഴുത്തറത്തിരിക്കുന്നത്. ആ ബ്ലേഡിന്റെ പകുതി അവിടെ കിടന്നിരുന്നു കാറിനകത്ത്. പോകുന്ന ആൾക്ക് അല്പം ലിംബിങ് ഉണ്ട്, സ്വല്പം കാല് വേച്ച് അല്പം നടക്കും. അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായി കാണും പോലീസിനെ. കോൾ വിളിച്ച പല ആൾക്കാരിലേക്കും വിളിച്ചു ചോദിച്ചു, അല്ലെങ്കിൽ പല ആൾക്കാരെയും അവർ കസ്റ്റഡിയിലെടുത്തു. അതിൻ്റെ അകത്ത് കാലിന് അല്പം പ്രശ്നമുള്ള ആൾ തന്നെ ആയിരിക്കണം അമ്പിളി. എന്തായാലും അയാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. പണം റിക്കവറി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ഏതായാലും ഉടനെ റിക്കവറി ചെയ്യും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അതുപോലെ പഴയ വാഹനങ്ങൾ വാങ്ങി പുതുക്കി കൊടുക്കുന്ന ഇതിൽ ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ട് ദീപു. ഇതുമായിട്ട് ദീപുവിന് വളരെയധികം ക്രിമിനലായിട്ട് ബന്ധമുണ്ടാകാം. കളിവിക്കല പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാത്രി 10-12 അകം നടന്നിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും വീടിനോട് ചേർന്ന് ലെയ്ത്തുണ്ട്, കാർ നന്നാക്കാനും വാഹനങ്ങൾ നന്നാക്കാനും അതുപോലെ തന്നെ റിപ്പയർ ചെയ്യാനൊക്കെ ഉള്ള സംവിധാനം അദ്ദേഹത്തിന്റെ വലിയ വീടിനടുത്ത് തന്നെ ഉണ്ട്. പഴയ മണ്ണുവാന്തി യന്ത്രവർണ്ണം വാങ്ങണം, തൻ്റെ ക്വാറി പുനരുജ്ജീവിപ്പിക്കണം. പിതാവ് നടത്തിയ ക്വാറിയാണ്, മുക്കുന്നി മലയിലെ ആ ക്വാറി 2 വർഷം കൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. അത് പുനരുജ്ജീവിപ്പിക്കണം, അതിന് ചില യന്ത്രങ്ങൾ വേണം. അതൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് 10 ലക്ഷം രൂപയുമായിട്ട് ഒറ്റയ്ക്കാണ് പോകുന്നത്. സുഹൃത്തായ അമ്പിളിയെ കൂടെ വിളിച്ചിരിക്കാം. ആ അമ്പിളി ഈ അവസരം മുതലെടുത്തു. പണമായിട്ടാണ് വരുന്നതെന്നറിയാം, എത്ര ലക്ഷം രൂപ കയ്യിലുണ്ടെന്നറിയാം. അയാളും കരുതി തന്നെ വന്നു. കാറിൽ വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പം ഇയാൾ കളിയിക്കുവളയിൽ നിന്ന് കയറി, അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയും കളിയിക്കുള്ള ഇടയിൽ നിന്ന് ഇയാൾ കാറിൽ കയറുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കയറി ആ കളിയിക്കുവളയിലെ പോലീസ് സ്റ്റേഷനടുത്ത് ഒറ്റാമരത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഇടതുവശത്ത് ചേർന്ന് കാറ് നിർത്തി. അതെന്തിനു നിർത്തി എന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നില്ല. ആ നിർത്തിയ സമയത്ത് തന്നെ ആയിരിക്കണം ആ കഴുത്തറുത്തത്, ഓടുന്ന സമയത്ത് ആയിരിക്കത്തില്ല. വണ്ടി നിർത്തി ഉടനെ കഴുത്തറുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആക്സിലേറ്ററിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കാലിരുന്നത്. ഇയാൾ ഇറങ്ങിപ്പോയ ശേഷവും ആക്സിലേറ്ററിൽ തന്നെ കാലിരുന്നു. ഒരു കുറെ നേരം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിന്നു. അത് ആ പോകുന്ന വഴിക്ക് ബോണറ്റ് പൊക്കിയത് ആള് കാറിന്റെ അടുത്ത്, കാറ് റോഡിന്റെ സൈഡിലെ ഒതുക്കി നിർത്തിയ സമയത്തും ഇയാൾക്ക് തന്നെ ബോണറ്റ് പൊക്കാൻ കഴിയില്ല. വേറൊരാളുടെ സഹായം അവിടെ വെച്ചുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പോലീസ് അന്വേഷിക്കട്ടെ. ആരെയൊക്കെയാണ് ഈ യാത്രയ്ക്ക് മുമ്പ് തലേദിവസവും പിറ്റേ ദിവസമായിട്ട് വിളിച്ചത്? എവിടുന്നാണ് ഇൻഫോർമേഷൻ പോയത്? 2 ദിവസം മുമ്പ് ഇയാള് അമ്പിളിയുടെ വീടിനടുത്ത് കരമനെ കുടുംബ വീട്ടിൽ പോയിട്ടുണ്ട്, അമ്മയെ കണ്ടിട്ടുണ്ട്, ലളിതയെ പോയി കണ്ടിട്ടാണ് ദീപു വന്നത്. ആ സമയത്ത് ഇയാളോട് ഇടപാട് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയായിരിക്കും അമ്പിളി ഇന്ന സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞത്. അപ്പം എത്ര രൂപ കൊണ്ട് വരുന്നു എന്നും അമ്പിളിക്ക് കൃത്യമായിട്ട് അറിയാം. അയാൾ പ്ലാൻ ചെയ്ത് പ്ലാൻഡ് മർഡറാണെന്ന് നമ്മൾ തുടക്കത്തിലെ പറയുന്നുണ്ട്. ഏതായാലും ഇതിന് ഒരു സഹായിയുടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം ബോണറ്റ് പൊക്കി വെച്ചത് ആരാണ്? അറുത്തോണ്ടിരിക്കുന്ന റോഡിന്റെ സൈഡിലെ കാറ് ഒതുക്കി നിർത്തി കഴുത്തിറക്കുന്ന സമയത്ത് ആരും കാണാതിരിക്കാൻ ബോണറ്റ് പൊക്കി വെച്ച ഒരു സഹായിയുടെ
ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇന്നോ നാളെയോ ഈ കേസിനെ സംബന്ധിച്ച് അറിയാൻ കഴിയും.